ഏറ്റവും പോയി ആ മാളിനോട് പറഞ്ഞോ? എന്ത് പറഞ്ഞെന്ന്? നീ കളിക്കല്ലേ? പിന്നെ എന്റെ വയറ് കണ്ടിട്ട് ആർക്കും തോന്നാത്ത സംശയം അവക്ക് മാത്രം തോന്നി. ഇനി ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞാൽ നീ ദേവുനെ വിളിച്ച് വീട്ടിൽ പോകില്ലേ? ഇത് നിന്റെ ആക്ടിങ്ങിന്റെ കുഴപ്പമാ. ഇത് ഞാൻ വല്ലതും വിളിച്ച് പറഞ്ഞാൽ കൂടിപ്പോവും. എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. നീ ഇവിടെ ഉള്ളവരെ വിശ്വസിപ്പിക്കേണ്ടതേ നിന്റെ ഉത്തരവാദിത്ത. അല്ലാതെ ഇവിടെ എല്ലാവരോടും പുറകിടന്ന് പറയാൻ പറ്റില്ല നിന്റെ വയറ് ഒറിജിനലാണെന്ന്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇതാരോടും പറയാണ്ടിരിക്കും. ആരാ? അഞ്ചുമോളെ വയറൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ കാലില് നീരും നടുവിന് വേദനയൊക്കെ വരും. ഇത് കുറച്ച് പച്ചമരുന്നാ. മോള് കേട്ടായിരുന്നോ അമ്മ പറഞ്ഞത്? വയറിത്രയും വന്ന സ്ഥിതിക്ക് കാലില് നീരും നടുവിന് വേദനയൊക്കെ വരും. പ്രകാശ, ഇത് തെറ്റാതെ അവൾക്ക് കൊടുക്കണം കേട്ടോ. എന്നാ കൊടുക്കാമോ? മര്യാദക്കായിരുന്നെങ്കിലേ ഇതുപോലെ ആവണേയും ഞാൻ പൊന്നു പോലെ നോക്കൂലായിരുന്നാ. ഇപ്പൊ കണ്ടില്ലേ നോക്കാൻ ആരും ഇല്ലാണ്ട് അവൾ ഒറ്റക്കായത്. അഞ്ചുമോളെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയോട് പറയണം ട്ടാ. രാജകുമാരനെ പോലത്തെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയുടെ കയ്യിൽ തരണം. തരാമ്മ. ഇതൊക്കെ കേൾക്കാനല്ലേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? നിന്നോ, എനിക്ക് സന്തോഷേ ഉള്ളൂ. ഹലോ ദാസേട്ടാ, നിങ്ങളിത് എവിടെയാ? എന്ത് തിരക്ക്? ആ അതൊക്കെ പോട്ടെ, ഞാനേ ആ ഫോണിലേക്ക് കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. അതെനിക്ക് എത്രയും പെട്ടെന്ന് വാങ്ങണം. നാളെയല്ല, ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടെ എത്തിക്കണം. ഇനി സമയം കളയാതെ പോയി വാങ്ങിയിട്ട് ആ ശരി. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ 100 മറജോതിയോ ഇങ്ങോട്ട്. സരസ്വതി അമ്മ നല്ല ചൂടിലാണല്ലോ. ആരോടാ ഫയറിങ്? നിന്റെ അച്ഛനോട്. അച്ഛൻ എന്തോ ചെയ്ത്? അച്ഛനൊന്നും ചെയ്തില്ല. അച്ഛനിങ്ങി വരട്ടെ, ഞാൻ പറയാം. കാര്യം പറയമ്മ. പറയാടി. ആ അച്ഛനെത്തിയോ? അവനെ അമ്മ എന്ത്? അമ്മ മേലെയുണ്ട്. ഓ, എനിക്കൊരു സമാധാനം തന്നിട്ടില്ലേട്ടാ. 100 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും എന്നെ. എന്താ കാര്യം? ആള് നല്ല ചൂടിലാണല്ലോ. ഇത് അതെനിക്ക് എന്താണാവോ? അതെ, വരുന്നുണ്ട്. എന്റെ ദാസേട്ടാ, ഇത് എത്ര നേരമായി? നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു? ഇതെന്തിനാ? നീ കൊണ്ടുവാ. എന്റെ സരസ്വതി അങ്ങാടിക്കടയിലും ആയുർവേദ കടയിലും കയറി ഇറങ്ങി ഇതൊക്കെ സംഘടിപ്പിച്ചേ. കുറച്ച് സമയം കൊടുക്കും അതിന്. കുഴപ്പമില്ല മോളെ, ഞാൻ വന്നേ. ഇവിടെ ഇരിക്കേ. എന്തോ അമ്മേ? പറയാം. നീ ആ കാലിങ്ങോട്ട് നീട്ടിക്ക്. കാലിങ്ങോട്ട് വെക്കും മോളെ. എന്തിനാ അമ്മേ? കൂടുതൽ ചോദ്യം വേണ്ട, പറയുന്ന കേക്ക്. അതെ, ഗർഭിണിയാകുമ്പം ഓരോ മാസം കൂടുന്തോറും വയറ് കൂടും. അതിനനുസരിച്ച് കാലുവേദനയും നടുവേദനയും ഒക്കെ വരും. അതിനെ കൃത്യമായിട്ട് എണ്ണയും കുഴമ്പും ഒക്കെ ഇടണം. നിന്റെ കാര്യം നോക്കാനായിട്ട് ആരുമില്ലെന്നാണ് എല്ലാവരുടെയും വിചാരം. പൊന്നുമോളുടെ കാര്യം നോക്കാനേ ഈ അമ്മയുണ്ട്. എന്റെ കൊച്ചിന് എന്ത് ആവശ്യം വന്നാലും ഈ അമ്മയോട് പറയാം കേട്ടോ. ആ ഇനി അമ്മ വെള്ളം ചൂടാക്കി വെക്കാം. ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ മോള് കുളിക്കണേ. പച്ചമരുന്നൊക്കെ ഇട്ട വെള്ളം. എണ്ണയും കുഴമ്പൊക്കെ കാശ് കൊടുത്താൽ നമുക്കും കിട്ടും. ഇട്ട് കൊടുക്കാൻ എനിക്ക് അറിയുകയും ചെയ്യാം. നിങ്ങൾ ഈ അഞ്ജുവിനെ പരിചരിക്കുന്നതിലേ എനിക്കൊരു ദേഷ്യമില്ല. അത് അഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട്. പക്ഷെ അതെന്റെ മോളെ കാണിക്കാനും കേൾപ്പിക്കാനും ആവരുതെന്ന് മാത്രം. നല്ല ഫോമിലാണല്ലോ. അല്ല പിന്നെ അങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റുമോ? എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം അഞ്ചുമോക്ക് പരിചരണം. സരസ്വതി മേനെ
യശോദമ്മയ്ക്ക് അത്ര പരിചയമില്ല, അതാ. ഇവര് രണ്ടുപേരും ഒരുമിച്ച്. ഏട്ടാ, എങ്ങോട്ടാ രണ്ടുപേരും ഒരുമിച്ച്? രണ്ടുപേരും ഒരു സ്ഥലത്തോട്ട് തന്നെ പോകുന്നത്, പക്ഷെ ഒന്നിച്ചല്ല. മനസ്സിലായില്ല. കൗൺസിലിങ്ങിന്റെ ഡേറ്റ് ഇന്നല്ലേ? വെറുതെ സമയം കളയാൻ. എന്താ? ഒന്നുമില്ലേട്ടാ, പോയിട്ട് വാ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങല്ലേ. ഹലോ, ആ വക്കീലെ, പുറത്തല്ല. ആ, ഞാൻ ദേ വരുന്നു. ശരി അഞ്ജു, ഞാനെന്നാ ഇറങ്ങാം, വക്കീല് പുറത്തുണ്ട്. ശരി ഏട്ടാ. ഇനി ചോദിച്ചില്ല എന്ന് പറയരുത്. കൂടെ വരുന്നുണ്ടോ? ഉച്ചത്തിന് മാത്രം ഒരു കുറവുമില്ല. 10 മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത്. ഇപ്പൊ തന്നെ 9 മണിയായി. ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ആ ഹലോ ചേച്ചി. ഹലോ, അവിടെ പറ. ചേച്ചി എത്താറായോ? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, എന്താന്ന് അറിഞ്ഞൂടാ. ഞാനങ്ങ് എത്തിയേക്കാം. ആ ശരി ചേച്ചി. എന്ത് പറ്റി മോളെ? സുധ എന്ത് പറഞ്ഞു? ചേച്ചിയുടെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്. കണ്ടില്ലേ, വണ്ടിക്ക് പോലും ഇഷ്ടമില്ല ഇവര് തമ്മിൽ ഒന്നിക്കുന്നത്. എന്ത് ചെയ്യാനാ? എന്റെ കൊച്ചെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുകയല്ലേ, എന്തെങ്കിലും നല്ല കാര്യമൊന്ന് പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യേ. എന്റെ കുഞ്ഞിങ്ങനെയൊക്കെ വളർന്നാ മതി. ആദ്യം സ്വയം നന്നാവാൻ നോക്ക്, ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. വാ അമ്മ. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല? ഇപ്പള ഞാനിതും അയ്യോ, കേറിപ്പൊടിയാത്ത്. വെറുതെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയിടാൻ വേണ്ടി നടന്നോളൂ അവള്. മോളെ 10 മണിയാവാൻ പോന്നു. കോടതിയുടെ കാര്യം നീ വൈകി ചെന്നിനി അതും പ്രശ്നമാകുമോ എന്തോ. സുധനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. ചേച്ചി വന്ന്. വാ. ഇറങ്ങ്. പോയാ? ദൈവമേ, രണ്ടും അടിച്ചു പിരിഞ്ഞ് എന്നെ തിരിച്ചു വരണേ. ഓഹോ, വയറൊക്കെ അഴിച്ചു വെച്ചിട്ട് കുളിക്കാൻ പോയേക്കാണല്ലോ നീ. നിനക്കുള്ള പണി ഞാൻ തരുന്നു. എന്താണ് പ്രകാശ് ഇത്? ഫുഡൊക്കെ കുറക്കട്ടെ, ദേ വയറ് ചാടിയേക്കണ്. ആ, നീ പോയ വല്ല എക്സസൈസും ചെയ്. ഞാൻ ഒന്ന് നടന്നിട്ട് വരാം. ആ, നല്ലോണം നടന്ന കൊച്ചാണ്. അയ്യോ, എന്റെ വയറെവിടെ? അതെവിടെ വെച്ചിട്ടല്ലേ പോയത്? ആരെങ്കിലും എടുത്തോണ്ട് പോയാ? ഞാനിപ്പോ എങ്ങനെയാ പുറത്തിറങ്ങുക?
എടി ഞാനൊരു ക്ലയന്റ് മീറ്റിംഗിലാ. കാര്യം പറയും. വന്നിട്ട് പറയാം, നിങ്ങളൊന്ന് വേഗം വാ. ആ കഴിഞ്ഞിട്ട് വരാം. എന്നെ പുച്ഛല്ലേ ആ വയറ്. അഞ്ജു എന്താ വേഗം വാ, വന്ന് ഭക്ഷണ സമയത്തിന് കഴിക്കേ. ഇപ്പൊ ഒരാളല്ലാട്ട, രണ്ടുപേരാണ്. നേരത്തും കാലത്തും ഭക്ഷണം കഴിക്കണ്ടേ? വരാമോ? ഒരു 5 മിനിറ്റ്. വേഗം വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാ. ആ വരാ. കഴിഞ്ഞു. പെട്ട് എന്നെ എന്തായാലും ഇപ്പൊ പിടിക്കും. ഈശ്വരാ, ഇനി എന്താ ചെയ്യാ? ആരാ? ഓ, നിങ്ങളായിരുന്നാ? വേഗം കേറ്. എന്താ? എന്റെ വയറ് കാണുന്നില്ല. വയറ് കാണില്ലെന്നാ? ഞാനിവിടെ വെച്ചിട്ട് പോയതാ. ആരെങ്കിലും എടുത്തു കാണുമോ? ഇതിപ്പോ ആരെടുത്തോണ്ട് പോവാനാ? എനിക്കറിയില്ല. നിങ്ങൾ വന്ന് വിളിക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ വാതില് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. ഇത് സൂക്ഷിക്കണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വേറെ വയറ് വേണം, അത് നിർബന്ധ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്ത 5-6 ദിവസം കഴിഞ്ഞല്ലേ കിട്ടൂ. അതുവരെ ഞാൻ എന്ത് ചെയ്യും? അതുവരെ നീ ഇവിടെ ഇരിക്കി. ഇവിടെ ഇരിക്കാനാ 5-6 ദിവസോ? വേറെ എന്തേലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്കിവിടെ ഇത്രയും ദിവസം ഇരിക്കാൻ പറ്റില്ല. വേഗം കണ്ടുപിടിക്കും. ഇല്ലടി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ വെറുതെ ചാടിക്കേറി ഇങ്ങോട്ട് വരാനും നിൽക്കണ്ട. ഇവരിവിടെ തന്നെ കുറ്റിയടിച്ചിരിക്കുവാണോ? എപ്പോഴും ചേച്ചിയെ നോക്കാൻ അനിയത്തി വരണമെന്നില്ലല്ലോ. ഇവിടെ മക്കളൊക്കെ ഉണ്ടല്ലോ. ആണോ? എപ്പോ വന്ന്? ആ ശരി, അവരോട് എന്റെ അന്വേഷണം പറയണേ. ആ ശരി ശരി, ഞാൻ വിളിക്കാടി. എന്തായി കോംപ്രമൈസിന് പോയിട്ട്? കോംപ്രമൈസാ? കൗൺസിലിംഗ് ആണമ്മ. അത് തന്നെ. മോഹനേട്ടൻ പോയിട്ട് വന്നാ? ദൈവങ്ങളെ, ഒന്നിച്ചു കാണല്ലേ. എന്തായി? എന്താവാൻ? കൗൺസിലിംഗ് ചെയ്യാനിരിക്കുന്ന ആളുടെ വായന്ന് മൊത്തം കേട്ടിട്ടുണ്ട്. ആര്, നീയാ? ഞാനെന്തിനാ കേൾക്കണം? അവള് കേട്ട്. എന്തിന്? വൈകിയല്ലേ വന്നത്, 1 മണിക്കൂർ ലേറ്റായി അവിടെ എത്തിയപ്പോ. അപ്പൊ എല്ലാം പറഞ്ഞ കൂട്ടത്തിലേ ഞാൻ അതും പറഞ്ഞു. ജീവിതത്തിൽ ഒരു കൃത്യനിഷ്ഠയില്ല, കോടതിയുടെ സമയത്തിന് പുല്ല് വിലയാണ് കൊടുക്കണം എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. ഇങ്ങനെയുള്ള ആള് എനിക്ക് എന്ത് വില തരും എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. എന്താ സുധേ ഇത്? കുറച്ചൊക്കെ കൃത്യനിഷ്ഠ കാണിക്കണ്ടേ? സമയത്തൊക്കെ വരണ്ടേ? ഇത് കോടതി കാര്യമാ. അതുകൊണ്ടല്ലേ ആ പാവ ആവണിക്ക് അവരുടെ മുഴുവൻ ചീത്ത കേട്ടത്. വക്കീലേ, ഇന്നലെ ഞാൻ സർവീസ് കഴിഞ്ഞ് കൊണ്ടിട്ട വണ്ടിയാ. രാത്രി വരെ അതിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. രാവിലെ പെട്ടെന്നൊരു സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട്. നോക്കട്ടെ ആരെന്തുവാ ചെയ്തേന്നുള്ളത്. ആര് ചെയ്യാ? നിങ്ങളെന്തായാലും അന്വേഷിക്കും. എന്തായാലും കോടതിക്കൊരു കാര്യം മനസ്സിലായി. കോടതിയുടെ സമയത്തിന് ഒരു വില കൊടുക്കാത്ത ഇവള് എനിക്കെങ്ങനെ വില തരും? കുറച്ച് ലേറ്റ് അല്ലേ ആയുള്ളൂ, അതിനിപ്പോ എന്താ അത്ര പ്രശ്നം? അവിടെ ഇരുന്ന് അഡ്വക്കേറ്റ് കുറച്ച് ദേഷ്യപ്പെട്ടു, അത്രല്ലേ ഉള്ളൂ. വേറെ സംഭവിച്ചൊന്നും ഇല്ലല്ലോ അത്രയ്ക്ക് പറയാനായിട്ട്. അതൊക്കെ കേസിന് ഗുണം ചെയ്യും സുധേ, തനിക്ക് അറിയാൻ പാടില്ലായിട്ടാ. എന്ത് ഗുണം ചെയ്യുന്ന വക്കീലേ? ഞാനിത് അരുന്തിയോട് സംസാരിച്ചതാ. അവള് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്നാ. ചുമ്മാ പറഞ്ഞു അങ്ങ് കേറി പോവാ. എടാ, നീ ആ പ്രകാശിനെ എങ്ങനെ കണ്ടായിരുന്നോ മോനെ? ഇല്ല. എടാ, 5 റൂമിൽ കയറി വാലടിച്ചിരിക്കാണ്, റൂം തുറക്കണില്ല. തുറക്കണില്ലേ? ഇല്ല. ഇവര് തന്നെ പറ്റിയാണല്ലേ പറയുന്നത്? വിളിച്ചു നോക്കിയില്ലേ? വിളിച്ചു നോക്കി, സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഡോർ തുറക്കുന്നില്ല. അപ്പൊ റെസ്റ്റ് എടുക്കായിരിക്കും അമ്മ. ഇത്രയും നേരം ഭക്ഷണം പോലും കഴിക്കാതെ എന്ത് റെസ്റ്റ് എടുക്കലാണ്? അമ്മ വിളിച്ചിട്ട് അനക്കമുണ്ടോ? അനക്കമുണ്ട്. അപ്പൊ റെസ്റ്റ് എടുക്കായിരിക്കും. കുഴപ്പമില്ല, കുറച്ചേരം കഴിഞ്ഞ് ഇറങ്ങി വന്നോളൂ. വാ വക്കീലേ. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു റെസ്റ്റ് എടുക്കല്, വല്ലാത്തൊരു റെസ്റ്റ് എടുക്കല് തന്നെ. ഇങ്ങേരിത് എത്ര നേരമായി പോയിട്ട്? ഇതെവിടെ പോയി കിടക്കുന്നാവോ?
മണിക്കൂറോളായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പെട്ടെന്ന് വരുവോ? ഇവിടെ എല്ലാരും ഉണ്ട്. എടി ഞാൻ നാട് മൊത്തം ഓടി കിടന്ന് വയറന്വേഷിച്ചോണ്ടിരിക്കുക, കിട്ടാനില്ലാന്ന്. അമ്മ ഇവിടെ ഇടയ്ക്കിടെ വന്ന് ഡോറിൽ മുട്ടുക. ഞാൻ എന്താ പറയാ? അയ്യോ തുറക്കല്ലേ, നീ അവിടെ തന്നെ ഇരിക്കി. ഞാൻ എത്ര നേരം വെച്ചിട്ടാ ഈ അകത്ത് തന്നെ ഇരിക്കുന്നത്? അല്ല, നിങ്ങൾ എന്തെങ്കിലും കഴിക്കുവാണോ? ഏയ് ഞാനേ വയറന്വേഷിച്ച് ഓടി ഓടി ടയറായിട്ട് ഇരിക്ക. എടി ഞാൻ വയറും കൊണ്ടേ വരുള്ളൂ. ആ ശരി, പെട്ടെന്ന് വാ. അവളുടെ ഒരു വയറ് എല്ലാം ഞാൻ പൊളിച്ചടക്കി തരാം. ത്രിവേണിയിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നു പറഞ്ഞ് വിളിച്ചിരുന്നു. ഇല്ലെങ്കിൽ ഇന്നും കൂടി നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. സാരമില്ല, ഞാനിവിടെ ഉണ്ടല്ലോ ദാസേട്ടാ. എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. സുധേ, ദാസേട്ടനെ കൊണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് എനിക്കെന്ത് കുഴപ്പമ്മ. അഞ്ജു, അഞ്ജു മോളെ, വാതില് തുറക്ക്. യശോദാമ്മേ, എന്താ പറ്റിയേ? അഞ്ജു, ഇവർക്ക് വേറൊരു പണിയില്ലേ? എന്താണ് എടാ അവള് രാവിലോട്ട് കഥ കടിച്ചകത്തിരിക്കണേണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല, വാതിൽ തുറക്കുന്നില്ല. എടാ നീ ആ പ്രകാശ് ഒന്ന് വിളിച്ചു നോക്കേ. ഇനി അവന്റെ കൂടെ വഴക്കിട്ടാണ് അകത്ത് കയറി കഥ കടിച്ചിരിക്കുന്നത് അറിയില്ലല്ലോ. അതെ, അവൻ വന്നല്ലോ. എന്താ പറ്റി? എടാ എന്താണ് അഞ്ജുവായിട്ട് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലാണ്ടാണ് അവിടെ റൂമിൽ കയറി കഥ അടച്ചിരിക്കണത്. ഇതാണ് പ്രകാശ ബെസ്റ്റ് ടൈം. എല്ലാവരും നീ എന്താണ് പിറവിക്കുന്നത്? ഒന്നുമില്ല അമ്മ, എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയേ. 5 റെസ്റ്റ് എടുക്കാം. പോയേ. എടാ, നീ എന്തോ കാണിക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? എന്തേലും പ്രശ്നമാണെങ്കിൽ അയാൾ പറഞ്ഞു തീർക്കും. ഒരു പ്രൈവസി ഇല്ല ഇവിടെ. പോയേ പിരിഞ്ഞോ. അഞ്ജു, പാല് പറഞ്ഞേ. അവിടെ ആരും ഇല്ലല്ലോ. എടി ഇവിടെ ആരുമില്ല, നീ തുറക്ക്. രാവിലെ മുതൽ നിങ്ങളുടെ അമ്മയ്ക്കൊരു പണിയും ഇല്ല. നീ എന്താ അഞ്ജു വാതിൽ ഓർക്കാത്തത്? കുറെ നേരമായാലും വാലടിച്ചാത്തിരിക്കുന്നത്. എന്താണ് ചെയ്യണത്? അഞ്ജു, നിനക്ക് എന്തോ മാറ്റം ഉണ്ടല്ലോ. എനിക്കെന്ത് മാറ്റം? എനിക്കൊരു മാറ്റമില്ല. അഞ്ജു, നിന്റെ വയറെവിടെ പോയി? അയ്യോ വയറ് കാണാനില്ലല്ലോ. നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? എടി അഞ്ജു, നീ ആള് കൊള്ളാലോ. എന്നാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ പ്രകാശ, എന്നാലും നീ ഇതെന്താ ഇത്രയും നാളായിട്ട് പറയാതിരുന്നേ? ശ്ശോ, എന്തൊക്കെയായിരുന്നു. അഞ്ജുമോളുടെ രാജകുമാരനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എണ്ണ വേപ്പിക്കുന്നു, കഷായം കുടിപ്പിക്കുന്നു. എല്ലാ പരിചരണവും വേസ്റ്റായി. എന്നാലും പ്രകാശ, നീ എനക്ക് കൂട്ടുന്നല്ലോടാ. ഇല്ല ചേച്ചി, അവൾക്ക് ഗർഭിണിയാവണമെന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്ത്. പിന്നെ എന്നോട് പറഞ്ഞേ അമ്മയുടെ സ്നേഹം കിട്ടാനാണെന്ന്. ഞാൻ വിചാരിച്ചേ പോകുന്നവരങ്ങനെ പോട്ടേന്ന്. അവളുടെ ചാട്ടം കുറയ്ക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയ പറ്റിയ അവസരമായിരുന്നു. ഞാനതങ്ങ് കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഞാൻ തന്നെ അവൾക്ക് ഈ വയറ് വാങ്ങിച്ചു കൊടുത്തത്. ചതിച്ചത് ഞാൻ തന്നെയാ. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ഭർത്താവാ? എന്തായാലും പോകാറിങ്ങിയതല്ലേ, ഞാൻ നാളെ ഡീൽ ചെയ്യട്ടെ. പ്രകാശോ,
അവളെ പെട്ടെന്നൊന്നും ചോദ്യം ചെയ്യാൻ പോണ്ട. ഏത് രീതിയിലാ പ്രതികരിക്കണമെന്ന് പറയാൻ പറ്റൂലേ. അതാ ഞാൻ പറഞ്ഞു അവളെ എങ്ങനെ പ്രതികരിക്കാന്ന് അറിയില്ല. നിങ്ങൾ പോയിട്ട് അങ്ങനെ ബാബാ. ഭാര്യയും കൊള്ളാം ഭർത്താവും കൊള്ളാം. ബാക്കി അഞ്ജു, പ്രകാശേട്ടനാ, പാലു. നിങ്ങളെന്നെ ചതിച്ചല്ലേ? നിനക്ക് അങ്ങനെ തോന്നിയാ? ഞാൻ മോളെയും കൊണ്ട് പോകുന്നു പറഞ്ഞിട്ടും നിങ്ങൾക്കൊരു കുലുക്കം ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. നീ വീട്ടിൽ പോകാൻ പോണോ? എന്താ നിങ്ങൾക്ക് ഇത്ര സംശയം? ഞാൻ പോവും. ഞാൻ മാത്രല്ല, പോകുമ്പോ ദേവൂനെ കൊണ്ടുപോകും. എടി, നീ ഇവിടെ കാണിച്ചതേ നല്ല തല്ലുള്ളിത്തരമാണ്. പിന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ ഒരു പട്ടിക്കുഞ്ഞു പോലും നിന്നെ തിരിഞ്ഞു നോക്കില്ല. പിന്നെ ഈ പടി ചവിട്ടാൻ അമ്മ സമ്മതിക്കില്ല. അപ്പൊ അമ്മ ഏട്ടത്തിയായിട്ട് പഴയതുപോലെ സ്നേഹത്തിലാവും. അപ്പൊ നിന്റെ ഈ ഗർഭേ ഉടായിപ്പാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്നെ എന്തായാലും വെറുക്കും. നീ ഇവിടെ നിന്ന് പോയാലേ നിനക്കാ നഷ്ടം, എനിക്കല്ല. നീ ഇപ്പൊ ദേവുവിനെ കൊണ്ടുപോയാലും അവളെ എന്തായാലും എൻ്റെ അടുത്ത് തിരിച്ചു വരും. നിനക്കിപ്പം മോളുമില്ല, ഞാനുമില്ല, ആരുമില്ല. എടുത്തു ചാടി ചെയ്യുന്നതിന് മുമ്പ് നീ ഒന്ന് ആലോചിക്കേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇത് നിന്റെ ഇഷ്ടം.